ഹലോ കൂട്ടുകാരെ, ഞാനിന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് ഇടാൻ പോകുന്നത്. നമ്മൾ കടുക് പൊട്ടി അതിനകത്തോട്ട് തേങ്ങ വഴറ്റാനിട്ട് തേങ്ങാക്കൊത്ത് വഴണ്ട് വന്നതിന് ശേഷം നമുക്കതിനകത്തോട്ട് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുക. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നതിനകത്തോട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതുകൂടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കതിനകത്തോട്ട് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി എല്ലാം ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. ചിക്കൻ എത്രയാണോ അതിൻ്റെ അനുസരിച്ച് വേണം മുളക് പൊടിയും മല്ലിപ്പൊടിയും ഉലുവാപ്പൊടിയും ഒക്കെ ഇടാൻ. നിങ്ങളാരും എന്താ എൻ്റെ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളും ഒന്നും ഇടാത്തത്? എൻ്റെ വീഡിയോയ്ക്ക് അഭിപ്രായം ഒന്നും ഇടാനില്ലേ? അതുകൊണ്ടാണോ? അതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം നമുക്ക് തിളപ്പിച്ചാറിച്ച വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. ചൂടുവെള്ളം അതോടെ ഒഴിച്ചിട്ട് ഇടക്കിടങ്ങനെ തിളക്കട്ടെ. അങ്ങനെ നമ്മുടെ അരപ്പെല്ലാം നല്ലതുപോലെ തിളച്ച് ഇനി അതിനകത്തോട്ട് നമുക്ക് ചിക്കൻ എടുത്തിടാം. എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കന് ഞാനീ ഉണക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം മുറ്റത്തിടപ്പേ വെച്ചാൽ എല്ലാം പാചകം ചെയ്യുന്നത്. അന്നേരം നമ്മുടെ കൊച്ചു കൊച്ചു വിറവുകളും അങ്ങ് തീരും. പിന്നെ അടുപ്പിൻ്റെ ചുവടും വൃത്തിയായിട്ട് കിടക്കും. മഴയാകുമ്പം പിന്നെ നമുക്ക് അടുക്കളയിൽ വെച്ചെല്ലാം ചെയ്യാമല്ലോ. നിങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അഭിപ്രായം പറയണേ. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഇട്ട് ഇനി ഇച്ചിരി ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കും. അവിടെ കിടന്ന് വേവട്ടെ. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ചിക്കൻ കറി എല്ലാം സെറ്റായി വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തോട്ട് കടുക് ഞാൻ ആദ്യം പൊട്ടിച്ചായിരുന്നു. എല്ലാം കൂടെ ഇച്ചിരി താളിച്ചതോടെ ഇട്ട് നമുക്കിനി വാങ്ങി വെക്കാം. പിന്നെ നിങ്ങളെല്ലാവരും ഇങ്ങനെയാണോ ചിക്കൻ കറി വെക്കുന്നതിന് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും എല്ലാം എന്നെ എഴുതി അറിയിക്കണം. എനിക്ക് മെസ്സേജ് അയക്കണം. പിന്നെ എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, താങ്ക് യു.